ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. സോ വീഡിയോയിലേക്ക് കടക്കണമെങ്കിൽ ഇതിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്രയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനലൊന്ന് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മാറ്റ് ആണെങ്കിൽ ഇവരുടെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഇവനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നു. നിക്കും കളിയാക്കുന്നുണ്ട്. പക്ഷേ നിക്കിയുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇവന് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിലല്ലേ എങ്ങോട്ട് വരിക, ഒന്നാമത്തെ ബ്ലഡി വീക്കും കാര്യങ്ങളൊക്കെയാണ്, ഇത്രയും ആൾക്കാരിടയിൽ വരാനും വേണ്ട ഒരു ധൈര്യം എന്നുള്ള രീതിയിലൊക്കെ അവനെ നല്ല സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നിനക്ക് ചാൻസും കാര്യങ്ങളും തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിക്കി പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും ധൈര്യത്തിലൂടെ വന്നതല്ലേ, നമുക്കൊരു ചാൻസ് കൊടുത്താലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ആ ഒരു റെഡ് കളർ ഹെയർ ഉള്ള ആ ഒരു ബോയ് ഉണ്ടല്ലോ, സോ അവൻ പറയുന്നുണ്ടായിരുന്നു, ഓ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലൊരു ഫൈറ്റ് ആയാലോ, അതാണെങ്കിൽ നിന്നെ എത്രമാത്രം എന്നെ തോപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നോക്കാമല്ലോ. സോ ആ ഒരു ഫൈറ്റിൽ നീ ഓക്കെ ആയി വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ എടുക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരും അതിന് അപ്രൂവൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഞങ്ങളെ നാണം കെടുത്തില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അനിക്കിൻ്റെ ഒരു ബോയ് ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറയണമെന്നറിയില്ല, നല്ല രീതിയിൽ തന്നെ മാറ്റ് ആ ഒരു റെഡ് കളർ ഹെയർ ഉള്ള ബോയിനെ നല്ല ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അവിടെ നമ്മുടെ മാറ്റ് സെലക്ട് ആയി. പിന്നീട് നമ്മൾ കാണുന്നത് അതിന് ശേഷമുള്ള സീനാട്ടോ. സോ ലൈക്ക് നമ്മുടെ സെയിനാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തുനിന്ന് നല്ല രീതിയിൽ ചേർന്നുണ്ടായിരുന്നു. എന്നിട്ട് സൗണ്ട് ഇത്തിരി കൂടുതലാണെന്നുള്ള രീതിയിൽ ഒരാളവിടെ പറയുന്നുണ്ടായിരുന്നു. തിരിഞ്ഞ് നോക്കിയപ്പോഴായിരുന്നു മനസ്സിലായിരുന്നത് അത് നമ്മുടെ റേസ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പേടിയാകുന്നുണ്ട്. അപ്പോൾ അവൻ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എന്താ എന്നെ കണ്ട് ഭയങ്കര പേടിക്കുന്നുണ്ടല്ലോ, നിൻ്റെ മുഖഭാവത്ത് നല്ല രീതിയിലുള്ള പേടിയും ഭാവങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു, ഒന്നും ചെയ്യില്ലേ, ഞങ്ങളൊന്നും ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ, മാറ്റിനെ ഒന്നും കൊലപ്പെടുത്തല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇവൻ്റെ ഓപ്പോസിറ്റ് ടീമാണല്ലോ ആ ഒരു ടീം. സോ ആ ഒരു ടീമിലെ ഒരു പുതിയൊരു ഗ്യാങ് ആയിട്ട് ഒരു പുതിയൊരു കോ ലീഡർ ആയിട്ടാണല്ലോ നമ്മുടെ മാറ്റ് ജോയിൻ ആയിട്ടുള്ളത്. സോ അവനൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ടായിരുന്നു, മാറ്റിന് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലൊക്കെ അവൻ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ പറയുന്നുണ്ടായിരുന്നു, നീ മാറ്റിനെ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ആ എന്താ മാറ്റിനെ ചെയ്താൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ത് രീതിയിലെങ്കിലും ചെയ്യാതിരുന്നൂടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നീ ആണെങ്കിൽ ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളും നീ അറിയാതെ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ ഭാവിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അസറ്റ് ആവാനും ഞങ്ങൾക്ക് ചാൻസ് ഉണ്ട്, ഇനി മേ ബി ഒരു ഓപ്പോസിറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും കുഴപ്പമില്ല, എന്നാലും നിനക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഓഫറോ കാര്യങ്ങളോ ലൈക്ക് ആ രീതിയിൽ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു ചെറിയൊരു സംസാരമോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരു തമ്മിലായിട്ട്. അപ്പോൾ നമ്മുടെ സെയിനാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അതിന് വേണ്ടി ഒരു പ്രോമിസും കാര്യങ്ങളൊക്കെ തരുമോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അവനെ വെറുതെ വിടില്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രോമിസും കാര്യങ്ങളും തരാൻ പറ്റില്ല, പക്ഷെ ഞാനായിട്ട് അവനെ ഉപദ്രവിക്കാൻ പോയില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ റേസ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് റേസ് പോയതിന് ശേഷമായിരുന്നു ഇവർ നിന്നിരുന്ന മാറ്റൊക്കെ നിന്നിരുന്ന ആ ഒരു ഹാളിൽ നിന്നിട്ട് നമ്മുടെ ഡേവ് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സെയിനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ സെയിൻ ഇവിടെ നിൽക്കുന്നത്, നീ വേഗം വാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് സെയിനാണെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ അവിടെ എന്നുള്ള രീതിയിലൊക്കെ ഡേവ് ചോദിക്കുമ്പോൾ അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്താണ് അവിടെ, നിങ്ങൾ എന്താ എൻ്റെ എന്ന് ഉറപ്പിക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്ന് പറയേണ്ടതല്ലേ, സോ നിങ്ങൾ എന്താണ് ഈ കാര്യങ്ങൾ നിന്നോട് പറയാത്തെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം തുറന്ന് പറയണ്ടേ, പക്ഷേ നിങ്ങൾ ഒരു കാര്യം എന്നോട് പറയുന്നില്ല, പിന്നെ ഞാൻ എന്ത് രീതിയിലാണ് നിങ്ങളെ വിശ്വസിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ സെയിന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതൊരു കാരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ അതുകൊണ്ട് ദയവ് ഇത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് സെയിൻ ആണെങ്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ആ ഒരു രാത്രി ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ക്ലാസ്സിന് പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ മാറ്റിനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ സെയിൻ ആണെങ്കിൽ തീരെ മാറ്റിനെ നല്ല രീതിയിൽ തന്നെ അവോയ്ഡ് ആക്കുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ മാറ്റും നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മാറ്റ് ഇങ്ങനെ നല്ല രീതിയിൽ വിഷമവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവളാണെങ്കിൽ സെയിന് വേഗം ക്ലാസ്സിലോട്ട് പോകുന്നുണ്ടായിരുന്നു. സെയിൻ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അത് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഓടി പോകുന്നിടയിൽ അയാളെ വേറൊരാൾ വന്നിട്ട് കൊല്ലുന്നുണ്ട് കേട്ടോ. ലൈക്ക് അവൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ അറക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ അവൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സെയിൻ ആണെങ്കിൽ ഊഞ്ഞാലേൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണെങ്കിൽ ആ ക്യാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്യാറ്റിൻ്റെ പേര് പുള്ളിക്കാരി ഹോയ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സുപ്രീമോ വരുന്നുണ്ടായിരുന്നു. സുപ്രീമോ നല്ല ചുള്ളനായിട്ട് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സെയിന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര ലുക്കായിട്ടുണ്ടെന്ന രീതിയിൽ നല്ല രീതിയിൽ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. സുപ്രീം പറയും, ഹെയർ സ്റ്റൈൽ മാറ്റി പോയി. സോ അറിയാത്ത പോലെയൊക്കെ ഭയങ്കര ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ക്യാറ്റ് എന്ത് ഹാൻസം ആയിട്ട് എന്താണെന്നോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഹോയ് പറയാണ് സുപ്രീമോ നല്ല ഹാൻസം ആയിട്ടുണ്ടെന്നുള്ള കാര്യം. സുപ്രീമോ സംഭവം ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ അവൾ പറയുമ്പോൾ സുപ്രീമോ അറിയാത്ത പോലെ ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിലും ഇവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹാൻസം എന്നൊക്കെ പറഞ്ഞല്ലോ, മാറ്റിൻകാട്ടി ഹാൻസം ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഇവൾ ചെറുതായിട്ടൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അവൾക്ക് ഒരു ആൻസറോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അവളിങ്ങനെ ഓരോ ആലോചനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ
മാറ്റും ഇവരും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം ഇവന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സമയം ഇവരാണെങ്കിൽ ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മാറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മാറ്റ് വരെ കാണുന്നുണ്ടായിരുന്നു. മാറ്റ് വരെ കാണുന്നതും കൂടാതെ സെയിന് മാറ്റിനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു തമ്മിലൊരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ സോ അത് നമ്മുടെ സുപ്രീം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരാണെങ്കിൽ ആ ഒരു പൂച്ച ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ പൂച്ചേൻ്റെ അടുത്തേക്ക് തെരഞ്ഞു പോകുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് മറ്റേ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെറ്ററിൽ നല്ല രീതിയിൽ സങ്കടവും കാര്യങ്ങളൊക്കെ പെട്ട ഒരാൾ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ അവർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുപ്രീമോ ഞങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് കൊല്ലാൻ പറ്റില്ല, എൻ്റെ അമ്മയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, സോ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ വെറുതെ വിടുമെന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ സുപ്രീമോൻ്റെ ഇടയിൽ കിടന്നിട്ടാണ് അതുകൊണ്ട് സെയിനും ഉണ്ടല്ലോ. സോ സെയിനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. അവളെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ സുപ്രീമോനോട് പറയുന്നുണ്ടായിരുന്നു, ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല, ദയവ് ചെയ്തിട്ട് ഇതിനുള്ളൊരു ഇവർ വരെ കൊല്ലാതെ വിടുമോ, വെറുതെ വിടുമോ എന്നുള്ള രീതിയിൽ അവനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ ഒരു മിസ്സിൻ്റെ അടുത്ത് ചെവിയിൽ എന്തോ കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെയിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല, താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ എയ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീയും മാറ്റും തമ്മിലുള്ള പ്രശ്നം എന്താ, നിങ്ങളവിടെ കണ്ടപ്പോൾ മൈൻഡ് അറിയാതെ നിന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരു സെയിന് പറയുന്നത് ഫ്രണ്ട്സിന് നല്ല വാല്യൂവും കാര്യങ്ങളും കൊടുക്കുന്ന ഒരാളാണ്. സോ പക്ഷേ ഇവിടെ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെങ്കിലും പെട്ടെന്ന് സോൾവ് ആക്കണമെന്നായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലൊക്കെ എയ്സ് നല്ല ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ നല്ല കരാട്ടയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്, സോ എനിക്ക് ആര് വന്നാലും എന്നെ കൊല്ലുന്നുള്ള പേടിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഇവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓഫീസിൽ ചെന്നിട്ട് ആ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ സുപ്രീമോ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ ആ ഒരു മിസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വയലറ്റ് മാഡത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വയലറ്റ് മാഡം സുപ്രീമിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ മിസ്സിൻ്റെ മകളെയും വെറുതെ വിടണം എന്നുള്ള രീതിയിൽ. സോ അപ്പോൾ മിസ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് നിൻ്റെ തീരുമാനമാണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള തീരുമാനമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ഇത് എൻ്റെ മാത്രം തീരുമാനമാണ്, ഞാൻ ഉറപ്പിച്ചെടുത്തൊരു തീരുമാനം. എനിക്ക് തോന്നുന്നു അവർക്ക് എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം, സോ എൻ്റെ ഒരു അധികാരം വെച്ചിട്ട് ആ കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിനക്ക് എല്ലാ അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ കാര്യത്തിലും കയറി ഇടപെടാൻ പാടില്ല, സോ നീ പറഞ്ഞതുകൊണ്ട് ഓക്കെ ഇവരുടെ കാര്യം വെറുതെ വിടാന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ സെയിനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ രക്ഷപ്പെട്ടില്ല, ഇനി നീ ഒരു കാര്യം പേടിക്കൊന്നും വേണ്ട, നിന്നെ കിട്ടിയൊരു ബോയ് ഉണ്ടായിരുന്നു, സോ അവൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്, സോ നിന്നെ ആരോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബോഡി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്തായാലും നീ രക്ഷപ്പെട്ടു ഈ ഒരു ഗെയിമിലും കാര്യങ്ങളും എന്നുള്ള രീതിയിൽ വയലറ്റ് മാഡം പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ സെയിനിന് വല്ല ഭാവവ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. സോ അവൾ വിചാരിച്ച് ആരോ അവളെ ഫോളോ ചെയ്യുന്നുണ്ടുള്ള കാര്യം അവൾക്കറിയാം, പക്ഷേ പിന്നീട് ആരും കണ്ടിട്ടുമില്ലല്ലോ അവൾ. സോ അങ്ങനെ ആരെങ്കിലും തന്നെ രക്ഷപ്പെടുത്തിയതാവെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു പൂച്ച എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ ഒപ്പം എന്നെ തേടി വരുന്നൊരു പൂച്ചയാണ്, സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ കളയുന്നൊന്നും പറയുന്നില്ല, ഇവിടെ കൊണ്ടുവരണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് വയലറ്റ് മാഡം പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഓക്കെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഗെയിമും കാര്യങ്ങളും ഈ ഒരു ബ്ലഡി വീക്ക് ഉണ്ടല്ലോ അത് അവസാനിച്ചിട്ടുണ്ട്, അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന സംഭവം വേറെ ഒന്നുമില്ല, ഇതെത്ര മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലഡി നൈറ്റ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നീട് ഒരു ഫൗണ്ടേഷൻ പാർട്ടിയും കാര്യങ്ങളും ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെയിനോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ സെയിൻ ആണെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഒരു ഫൗണ്ടേഷൻ ഡേനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവളിങ്ങനെ വേറെ കാര്യം ആലോചിക്കുന്നുണ്ട്, പക്ഷേ ഇവളോട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും ആ ഒരു ഫൗണ്ടേഷൻ ഡേക്ക് എന്തൊക്കെ ചെയ്യണം കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ നല്ലൊരു ഓരോ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ അവിടെ ബോർഡിൽ പോയിട്ട് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു സെക്രട്ടറികളിൽ എത്ര ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് സെക്രട്ടറി ആയിട്ട് ഇവൾ സെലക്ട് ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളുടെ ഈ തീരുമാനം പോയിന്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ നെക്സ്റ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഈ ഒരു നടപടിയോടുകൂടി മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലൊരു തീരുമാനവും കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവൾ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇവളാണെന്ന് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയമാണ് മിസ് അവളങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ മിസ്സും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കാരണം ഇവൻ കുറച്ച് ചിരിച്ചിട്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു. ഒരു റൊമാൻറ്റിക് നോട്ടവും കാര്യങ്ങളൊക്കെ അത് മിസ്സിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സെയിനിൻ്റെ അടുത്തേക്കാണെങ്കിൽ നമ്മുടെ ലിയാമോ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലിയാമോ ഭയങ്കര കുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് മാറുന്നത്, ഓരോരുത്തരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് മാറുന്നത്, ഓരോരുത്തരോടുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഓരോ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഫീലിങ്സൊക്കെ പെട്ടെന്ന് മാറുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ അവനെ നല്ല രീതിയിൽ അവോയ്ഡ് ആക്കിയിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. എന്നാലും ഇവൻ മാക്സിമം കുത്തിയിട്ടായിരുന്നു സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവൻ അറിയാമെന്നുള്ള രീതിയിലായിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സംഭവം മേ ബി മാറ്റിനെ കുറിച്ചിട്ട് മാറ്റ് ആ ഒരു ടീമിനെ കുറിച്ചിട്ട് മേ ബി ഇവനും ആ ഒരു ടീമിൽ ഒരു അംഗമായിരിക്കാമെന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സെയിനാണെങ്കിൽ ആ ഒരു ഊഞ്ഞാലിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സുപ്രീമോ പുറകെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഹോയ്പൂച്ച ഇവനെ മേത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ സുപ്രീമോക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പൂച്ചനെ. അത് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സെയിൻ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സുപ്രീമോനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അയ്യോ ഈ ഒരു പൂച്ചനെ പേടിയാണോ, ഇത്രയ്ക്ക് പേടിയാണോ എന്നുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നത് ഞാൻ ഏസാണ്, എനിക്ക് ആരെയും പേടിയില്ല, ഈ ഒരു പൂച്ചനെ
എനിക്ക് പേടിയില്ല, എനിക്ക് പൂച്ചനെ ഇഷ്ടമല്ല, ഐ ഹേറ്റ് പൂച്ചകൾ, ഐ മീൻ കാറ്റ്സ് എന്നൊക്കെ ഒരു രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പൂച്ചനെ വെച്ചിട്ട് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുന്നിലേക്ക് വന്നിട്ട് എനിക്ക് പൂച്ചനെ പേടിയല്ല, എനിക്ക് ഇഷ്ടമല്ല, അറപ്പാണെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. ജെയിനാണെങ്കിൽ സുപ്രീമോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് ചിരിച്ചൂടെ, നിങ്ങൾ ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം കാണുന്നുള്ള രീതിയിലൊക്കെ അവൻ്റെ കവിളിലൊക്കെ തൊടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ട് 1 2 3 എന്നൊക്കെ പറയുമ്പോൾ ഇവള് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തമാശയ്ക്ക് ചെയ്തതിൽ ഇതൊക്കെ സീരിയസ് ആക്കി എടുക്കണമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എന്നോട് പറയാണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എൻ്റെ മരണത്തെക്കുറിച്ചാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അതെ എന്തായാലും മരണം കാര്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എപ്പോഴാണോ എൻ്റെ മരണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും റെഡിയാണ്, ഓൾവേസ് റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലാം എന്നുള്ള രീതിയിൽ അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോടൊന്നും പറയാനില്ല, അപ്പോൾ എന്ത് പറയാൻ ഞാൻ മരണത്തിന് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്, എന്നാലും എൻ്റെ പൊസിഷനെ കുറിച്ച് നീ എന്താ ചോദിച്ചാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ അവിടെ നമ്മുടെ റീൽസ് പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ കാണുന്നതാണെങ്കിൽ മിയയും വാനും തമ്മിൽ ആ പൂച്ച അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. സോ ആ പൂച്ച എന്തെങ്കിലും അവിടെ നിന്ന് വന്നെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഈ സീന് വരുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ പൂച്ചയാണ്, ഒരു പൂച്ചയല്ലേ, പാവം പൂച്ചയില്ലേ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ മിയ ചോദിക്കുന്നുണ്ടായിരുന്നു നീയും മാറ്റും തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ എന്താണ്, നീ ഭയങ്കരമായിട്ട് അവനെ അവോയ്ഡ് ആക്കുന്നില്ലേ, ഞങ്ങൾ മനസ്സിലാക്കുന്ന രീതി പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പോകാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറ്റ് വരുന്നുണ്ടായിരുന്നു. സോ ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. എന്നിട്ട് ഇവർ സംസാരം തുടങ്ങുന്നുണ്ടായിരുന്നു. നൈസായിട്ട് അവിടെ നിന്ന് മിയ വാനും പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇവർ സംസാരിക്കണമെങ്കിൽ ഇവൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ അവോയ്ഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്, ദയവ് ഇത് സോറി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പാവം പറയുന്നുണ്ടായിരുന്നു തെറ്റ് ചെയ്തവരല്ലേ സോറി പറയണ്ട, നീ എന്നോട് സോറി ഒന്നും പറയണ്ട, നീ അവോയ്ഡ് ആക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. സോ അതെനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാരണമായിരിക്കാം, ലൈക്ക് അവൾ എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ ബെസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അവൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ മാറ്റ് സെയിനോട് പറയുന്നുണ്ടായിരുന്നു നീ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും, നിനക്ക് അവിടെ നിന്ന് എന്ത് പ്രശ്നമോ കാര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ കാര്യത്തിനും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, നീ എന്ത് കാര്യം എന്നോട് പറയണം, എനിക്ക് നിന്നെ അത്രമാത്രം വിശ്വാസം എന്നുള്ള രീതിയിലൊക്കെ മാറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു അത്ര വിശ്വാസവും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ രഹസ്യങ്ങൾ നീ എൻ്റെ ഉള്ളിൽ നിന്ന് മറക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലുള്ള പറഞ്ഞിട്ട് അവൻ ഒരു അടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ടായിരുന്നു ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു നീ, പക്ഷേ ഇപ്പം നിന്നെ ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ ഒരു അടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ അത്രമാത്രം വിശ്വാസം എന്നുള്ള രീതിയിൽ. ഇവളാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന അത്ര പോലും വിശ്വാസവും കാര്യങ്ങളൊക്കെ നീ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരാളായി മാറിയിട്ടുണ്ട്, എന്ത് രീതിയിലാണ് ഞാൻ നിന്നെ വിശ്വസിക്കുക എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ, കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ഡ്രാമ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ടായിരിക്കും ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും. സോ നമ്മുടെ ചാനൽ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൂടാതെ പുതിയ ഡ്രാമയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ടായിരിക്കും. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.